പെർഫെക്റ്റ് ഡയറ്റ് എന്താണെന്ന് അറിയുമോ? ആരും സ്ക്രോൾ ചെയ്ത് പോകരുത്, ഈ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണണം. എന്നോട് ഒരുപാട് പേര് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ബ്രോ എനിക്കൊരു നല്ല ഡയറ്റ് പറഞ്ഞു തരാമോ? ഒന്നല്ലെങ്കിൽ ആ വ്യക്തിക്ക് കുറച്ച് വണ്ണം കുറയ്ക്കാനുണ്ടാവും, അല്ലെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പല സമയത്തും പല നല്ല ഡയറ്റ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിലൊരു 95% ആൾക്കാരും വളരെ ആവേശത്തോടുകൂടി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നോട്ട് ചെയ്തിട്ട് അവരാരും തന്നെ ഇന്നേ വരെ മാക്സിമം ഒരു 1 മന്ത് ചിലപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ആരും ഇത് ഫോളോ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. വളരെ ചുരുക്കം വിരലിലെണ്ണാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് അതുപോലെ ഫോളോ ചെയ്ത് പോയിട്ടുള്ളത്. എല്ലാവർക്കും അപ്പോൾ വേണ്ടത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെർഫെക്റ്റ് ഡയറ്റ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും എനിക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പെർഫെക്റ്റ് ഡയറ്റ് കിട്ടണമെങ്കിൽ നിങ്ങളും കൂടി അതിൽ നിൽക്കേണ്ടി വരും. നമ്മൾ കാണുന്നതിൽ മിക്ക ആൾക്കാരും എന്താ ചെയ്യുന്നത്, ഒന്നല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്യും, അല്ലെങ്കിൽ കാർബ് കട്ട് ചെയ്യും, അല്ലെങ്കിൽ മീൽ സ്കിപ്പ് ചെയ്യും. അതുപോലെ എക്സ്ട്രീം ആയിട്ടുള്ള മെഷേഴ്സിലോട്ടാണ് പോകുന്നത്. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടത്തില്ലെന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കഴിക്കുന്ന രീതിയിൽ കഴിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമായിരിക്കും. പക്ഷെ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അത് സസ്റ്റൈനബിൾ ആണോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ സിവിയർ ആയിട്ടുള്ള ഡയറ്റിലെടുത്ത് ഒരു തരത്തിൽ ഫിസിക്ക് ബിൽഡ് ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസം തൊട്ട് ആ ഫിസിക്ക് പിന്നെ നോക്കാതിരുന്ന വീണ്ടും നമ്മൾ പഴയതുപോലെ തന്നെ ആവും. ഞാനിപ്പോൾ എൻ്റെ ക്ലയൻസിന് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഞാൻ ഒരിക്കലും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഡയറ്റ് കൊടുത്തിട്ട് 3 മാസം കൊണ്ട് നിങ്ങൾ ഇത്രയും വെയിറ്റ് കുറയ്ക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാനേ എനിക്കില്ല. ഞാൻ ആദ്യം ചെയ്യുന്ന അവരുടെ ഡയറ്റ് ഫുള്ള് സ്റ്റഡി ചെയ്യും, എന്നിട്ട് അതിൽ ചെറിയ സ്വാപ്പ് ചെയ്യും. അതായത് ഇപ്പം ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്ന ഒരാളാണെങ്കിൽ എയർ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ പറയും, അല്ലെങ്കിൽ ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ലെമണൈഡോ അല്ലെങ്കിൽ ഒരു കോഫിയോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഞാൻ ഡയറ്റ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ എല്ലാ മീലിലും റിക്വയർഡ് എമൗണ്ട് ഓഫ് പ്രോട്ടീനും ഫൈബറും കഴിക്കാനായിട്ട് ഞാൻ നിർദ്ദേശിക്കും. അങ്ങനെ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ചെറിയ ചേഞ്ചസ് ഓവർ ടൈം ചെയ്തു വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മളിങ്ങനെ സ്ലോ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ടൈമും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഒരിക്കലും പാനിക് ആവുമല്ലോ, നമ്മൾ ഒരുപാട് ടയേർഡ് ആവുമോ, അങ്ങനെയുള്ള ഒരു ഇഷ്യൂസും വരത്തുമില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പെർഫെക്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരുന്നതായിരിക്കണം, അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കെടുത്തുന്ന ഒരു സാധനമായിട്ട് മാറരുത്. ആ പെർഫെക്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ത്രൂ ഔട്ട് ലൈഫ് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, നിങ്ങൾക്ക് ഒരു ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അല്ലാണ്ട് ഒരിക്കലും ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസേഴ്സ് ഫോളോ ചെയ്യുന്ന ഡയറ്റ് ആയിരിക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുത്തിട്ട് നിങ്ങളുടെ ബെസ്റ്റ് ഫിസിക്കിൽ എത്തിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആ എമൗണ്ട് റീപേ ചെയ്യുന്നതുമാണ്.